ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പ്രൂഫിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ പ്രൂഫും അത്യാവശ്യം നല്ല ലെങ്തിയാണ്. പ്രൂഫ് ലെങ്തി ഇല്ല, പക്ഷെ അതിന് യൂസ് ചെയ്യുന്ന ലെമ്മ അത്യാവശ്യം ലെങ്തിയാണ്. കാരണം ലെമ്മ വെച്ചിട്ട് അതിൻ്റെ പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ലെമ്മ പറയാം, എന്നിട്ട് പ്രൂഫ് ഞാൻ ഇന്ന് എടുക്കണില്ല, നാളെ എടുക്കുന്നുള്ളൂ. പ്രൂഫ് വളരെ കുറച്ചേ ഉള്ളൂ. ലെമ്മ ഇന്ന് എടുക്കാം കേട്ടോ. കാരണം ലെമ്മ അത്യാവശ്യം ലെങ്തിയാണ്. നമ്മൾ സി പാർട്ടിലൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ ലെമ്മ ലെങ്തിയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കുറേ നമ്മൾ പ്രീ റിക്വസിറ്റ്സ് എടുത്തുകൊണ്ടാണ് ലെമ്മ എഴുതുന്നത് ഒന്നാമത്. അപ്പം എല്ലാ റിക്വസിറ്റ്സും നല്ലപോലെ ഓർത്ത് വെക്കണം. സോ എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. പ്ലസ് എന്ത് ചെയ്യുക, നല്ലപോലെ ചെയ്ത് പഠിക്കാം കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ലെമ്മ ഓർത്ത് വെക്കാൻ പറ്റൂ. കാരണം അത്യാവശ്യം ലെങ്തിയാണ്. നമ്മളിത് ഇപ്പം എഴുതി വന്നാൽ തന്നെ അത്യാവശ്യം ഒരു 2-3 സൈഡ്, ഒരു പേജ്, ഒരു 2 പേജ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ തന്നെ ഉണ്ട് ലെമ്മ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അത്രയും ലെങ്തിയാണ് സംഭവം. അതിൻ്റെ കൂടെയുള്ള പ്രീ റിക്വസിറ്റ്സും അത്യാവശ്യം ലെങ്തിയാണ്. ഓക്കെ, നമ്മൾ പിന്നെ തിയറം പറയുന്നതിന് മുമ്പ് നമുക്ക് ലെമ്മ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ 1.19 ലെമ്മ. ഓക്കെ, ഈ ലെമ്മ വെച്ചിട്ടാണ് നമുക്ക് ഇതിനുള്ള പ്രൂഫ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ലെമ്മ ക്വസ്റ്റ്യന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും, പകരം പ്രൂഫാണ് ചോദിക്കുക. പക്ഷേ പ്രൂഫ് നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലെമ്മ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ലെമ്മ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈഫ് ക്യാപിറ്റൽ ജി ഈസ് എൻ ഓപ്പൺ സെറ്റ്, ക്യാപിറ്റൽ ജി ഈസ് എൻ ഓപ്പൺ സെറ്റ് ആണെങ്കിൽ, ഓപ്പൺ സെറ്റ് ഇൻ സി such that gamma from closed interval a to b, such that gamma from closed interval a b to g is a rectifiable path, and f from g to c is continuous. Is continuous for any epsilon greater than 0. There is a polynomial path. എന്തുണ്ടാവുന്ന പറയുന്ന ഒരു പോളിനോമിയൽ പാത്ത്. There is a polynomial path ക്യാപിറ്റൽ ഗാമ, നമ്മൾ സർക്കിളിനൊക്കെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. ഓക്കെ, ക്യാപിറ്റൽ ഗാമ ഇൻ ജി സച്ച് ദാറ്റ് ക്യാപിറ്റൽ ഗാമ ഓഫ് എ എന്ന് പറയുന്നത് സ്മോൾ ഗാമ ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും, ക്യാപിറ്റൽ ഗാമ ഓഫ് ബി ഈക്വൽ ടു സ്മോൾ ഗാമ ഓഫ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ. എന്ന് വെച്ചാൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്തുവാ, ഇതിൻ്റെ ബ്രാക്കറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അർത്ഥം എന്തുവാ, ഇത് രണ്ട് ഇൻ്റഗ്രലും ഈക്വൽ ആണല്ലേ. ആസ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 നമുക്ക് എന്ത് പറയാൻ പറ്റും, രണ്ട് ഇൻ്റഗ്രലും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാ, ജി ഒരു ഓപ്പൺ സെറ്റാണ്, ഗാമ എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ എ ബി ഓപ്പൺ സെറ്റിൽ നമ്മുടെ കോംപ്ലക്സ് സിയിൽ എന്താ പറയുക, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു ഓപ്പൺ സെറ്റാണ് ജി എന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ ജി. ഗാമ എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്നും ജിയിലോട്ടേക്കുള്ള ഒരു റെക്ടിഫയബിൾ പാത്ത് ആണെങ്കിൽ, ഓക്കെ, എൻ്റെ എഫ് എന്ന് പറയുന്നത് ആ ജിയിൽ നിന്നും സിയിലോട്ടേക്ക്, ജിയിൽ നിന്നും കോംപ്ലക്സിലോട്ടേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ, ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എന്തുണ്ടാവുന്ന പറയുന്നത്, പോളിഗണൽ പാത്ത്. നിങ്ങൾ പാത്ത് പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ പോളിഗൺ പാത്ത് എന്ന് പറയുന്നത്, പോളിഗൺ പാത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പോയിന്റ്സിന് ഇങ്ങനെ ഈ ഒരു കേവ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പാത്ത് കിട്ടും അല്ലേ. നമ്മളത് കേവ് വെച്ച് ജോയിൻ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ പോയിന്റ്സ് എന്ന് വയ്ക്കുക, നമ്മൾ പാത്ത് വരയ്ക്കും, നമ്മൾ ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഇതാണെങ്കിൽ നമ്മൾ യൂഷ്വലി പാത്ത് വരയ്ക്കുക എങ്ങനെയാണ്, ഇതുപോലൊരു കേവ് വെച്ച് നമ്മളൊരു ജോയിൻ ചെയ്യും അല്ലേ. ഈ കേവിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ, കണ്ടോ. ഓക്കെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ലൈൻ സെഗ്മെൻറ്റ്സ് വെച്ച് നമ്മളിങ്ങനെ എൻ ടു എൻ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ ഒരു പാത്ത് ഉണ്ടാവില്ലേ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഗണൽ പാത്ത്. ഓക്കെ, നോർമൽ പാത്ത് നമ്മൾ ഈ കേവ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോളിഗണൽ പാത്ത് എന്തായിരിക്കും, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്തുവാ, ഈ പാത്ത് ആയിക്കോ, ഈ പാത്തിൻ്റെതും ഈ പോളിഗണൽ പാത്തിൻ്റെയും എൻഡ് പോയിന്റ്സ് അല്ലേ, ഗാമ ഓഫ് എ ഈക്വൽ ടു സ്മോൾ ഗാമ ഓഫ് എ ആണെന്നും ക്യാപിറ്റൽ ഗാമ ഓഫ് ബി ഈക്വൽ ടു സ്മോൾ ഗാമ ഓഫ് ബി ആണ് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. അപ്പം എൻഡ് പോയിന്റ്സ് ഈക്വൽ ആണ്. പിന്നെ ഈ സ്മോൾ ഗാമ ഓവർ ഇൻ്റഗ്രൽ എഫ് എടുക്കുന്നതും ക്യാപിറ്റൽ ഗാമ ഓവറായിട്ട് നമ്മൾ എഫിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നത് എന്താണെന്ന് പറയുന്നത്, ലെസ് ദാൻ, ദാറ്റ് ഡിഫറൻസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് മീൻസ് ദേ ആർ ഈക്വൽ. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ലെമ്മ വെച്ചിട്ടാണ് നമുക്ക് നമ്മളെ പ്രൂഫ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ അത്യാവശ്യമുണ്ട് ലെമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പം 2 കേസസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെ ജി ഓപ്പൺ സെറ്റാന്നാണ് നമ്മൾ ലെമ്മേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ജി ഒരു ഓപ്പൺ ഡിസ്ക് ആയിട്ട് എടുക്കും, പിന്നെ ജി എന്താണെന്ന് പറയും, ഒരു ആർബിട്രറി ഏതെങ്കിലും ഓപ്പൺ സെറ്റിൻ്റെ കേസ് നമ്മൾ പറയും. ഓക്കെ, അല്ല 2 സെറ്റ് കേസുകളിലായിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തുവാ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 1 എന്ന് പറയുന്നത് ജി ഈസ് എൻ ഓപ്പൺ ഡിസ്ക്. ഓക്കെ, ജി ഒരു ഓപ്പൺ ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ, ബൗണ്ടറി ഒക്കെ ഉള്ളൊരു ഓപ്പൺ ഡിസ്ക്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി നമുക്ക് എന്ത് എഴുതാം, ഓപ്പൺ ഡിസ്ക് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു സെൻറ്ററും ഉണ്ടാവും, എന്തുണ്ടാവും, ഒരു റേഡിയസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ജീനെ നമുക്ക് എന്ത് വിളിക്കാം, ജി ഈസ് ഈക്വൽ ടു സം ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് സി ആൻഡ് റേഡിയസ് ആണെന്ന് വിളിക്കാം. കാരണം ഓപ്പൺ ഡിസ്ക് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിന് സെൻറ്ററും ഒരു എന്താ പറയുക റേഡിയസ് ഉണ്ട് നമുക്കറിയാം അല്ലേ. അതിൽ സി എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്, ആർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാം ഈ ജീൻ്റെ ഉള്ളിലാണ് ആരുള്ളത് മക്കളെ, ഗാമ ഫ്രം എ ബി ടു ജി അല്ലേ, ഈ ജിയുടെ ഉള്ളിലാണ് ആരുള്ളത്, നമ്മുടെ ഗാമ ഉള്ളത് അല്ലേ, നമ്മുടെ കേവ് ഉള്ളത് അല്ലയോ, നമ്മുടെ കേവ് റെക്ടിഫൈഡ് പാത്ത് ഉള്ളത് അല്ലേ. ഇപ്പം ജി ഒരു ഓപ്പൺ ഡിസ്ക് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ആര് കിടക്കുന്നത് ഇടോ, ഗാമ ഉള്ളത്. കാരണം ഗാമ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എ ബി ക്ലോസ് ഇൻ്റർവെൽ എ ബിന്ന് ജിയിലോട്ടേക്കല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാമ ഓഫ് എ നമ്മുടെ ഇമേജസ് ആണ്, ട്രേസ് ഗാമയുടെ ട്രേസ് അല്ലേ. ഗാമയുടെ ട്രേസ് എന്ന് പറയുമ്പോൾ ആരായിരുന്നു, ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഇമേജസ് അല്ലേ, ഗാമ ഓഫ് എ, ഗാമ ഓഫ് ടി, അങ്ങനെ ഉള്ള പോയിന്റ്സ് അല്ലേ. ആ പോയിന്റ്സ് എവിടെയാണ് കിടക്കുന്നത്, ജിയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ, അത് നമുക്കറിയാം. ഫംഗ്ഷൻ വെച്ച് നമുക്കറിയാം, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗാമയുടെ ട്രേസ് എന്ന് പറയുന്ന ഇമേജുകളുടെ കളക്ഷൻ, ദാറ്റ് ഈസ് റേഞ്ച് ഓഫ് ഗാമ. അത് എവിടെയാണ് കിടക്കുന്നത്, ഗാമ ഓഫ് എന്താ പറയുക സെറ്റ് ഗാമ അല്ലേ. ട്രേസ് ഓഫ് ഗാമ എവിടെ കിടക്കുന്നു നമുക്ക് പറയാൻ പറ്റും, ജീൻ്റെ ഉള്ളിലാണ് നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് നമ്മുടെ കേവ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഗാമ ഓഫ് എ, ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ്സ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്തെടുക്കാം, ട്രേസ് ഓഫ് ഗാമ എടുക്കാം. ഇതാണ് നമ്മുടെ ട്രേസ് ഓഫ് ഗാമ, ഈ ഇമേജുകളുടെ കളക്ഷനാണ് ട്രേസ് ഓഫ് ഗാമ അല്ലേ. ഇതിൽ നിന്നും ഡോ ജിയിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഡോ ജി എന്ന് പറയുന്നത് എന്തുവാ, ഡോ ജി മീൻസ് അവർ ബൗണ്ടറി ഓഫ് ജി. ഓക്കെ, ഡോ ജിയിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡി ആയിട്ട് എടുക്കാം. ഓക്കെ, എന്താ മക്കളെ, 2 സെറ്റുകൾ തമ്മിൽ ട്രേസ് ഓഫ് ഗാമ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഓക്കെ, ബൗണ്ടറി ഓഫ് ജി എന്ന് പറയുന്ന വേറൊരു സെറ്റാണ്. ഇവർ നമ്മൾ പ്രത്യേകത എന്ത്, 2 സെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അവരിലെ പോയിന്റ്സ്, അതിലെ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും ഇൻഫ്രിമം വാല്യൂ അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാണ്, ഇൻഫ്രിമം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പോയിന്റ്സ്. വെച്ചാൽ ട്രേസിലെ പോയിന്റ്സും ജിയുടെ ബൗണ്ടറിയിലെ പോയിന്റ്സും എന്ന് വെച്ചാൽ കുറേ പോയിന്റ്സ് ഉണ്ടാവും. ദീസ് ആർ 2 സെറ്റ്സ് അല്ലേ. ഈ സെറ്റുകളിലെ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും ഇൻഫ്രിമം വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സെറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, distance of 2 set is what, infimum of the distance between the points in that set. Okay, ആ സെറ്റുകളിലെ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും ഇൻഫ്രിമം വാല്യൂ ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ 2 സെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് എന്തെടുക്കാം, ഇവരുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഡി ആയിട്ട് എടുക്കാം. ടേക്ക് ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ട്രേസ് ഓഫ് ഗാമ, ഗാമയുടെ ട്രേസും ജിയുടെ ബൗണ്ടറിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സപ്പോസ് എന്ന് വെച്ചാൽ ഏറ്റവും ഇൻഫ്രിമം എന്ന് പറയുമ്പോൾ ഇതാണ് ബൗണ്ടറി എങ്കിൽ, ഇതാണ് ഗാമ എങ്കിൽ, ഇതൊരു ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അത്രയും ചെറുതായിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെച്ചാൽ നമുക്ക് എങ്ങനെ എടുക്കാം, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം അല്ലേ. ഇതൊക്കെ ഡിസ്റ്റൻസ് ആയിരിക്കും, ഇതിലെ പോയിന്റ്സും ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ ഡിസ്റ്റൻസ് ആണ്, ഏറ്റവും ഇൻഫ്രിമം ആയിരിക്കും എന്ത് പറയുന്നത്, ഡി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും എന്നാ പറയുന്നത്, ഡോ ജി എന്ന് പറയുന്നത് എന്തുവാണ്, ബൗണ്ടറി ഓൺ ജി. ഓക്കെ, ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഒരു ക്ലോസ്ഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന, അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം, എ എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് സെറ്റും, ഓക്കെ, എ ഒരു കോമ്പാക്റ്റ് സെറ്റും ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റും ആണെങ്കിൽ, ഓക്കെ, ഒരു ക്ലോസ്ഡ് സെറ്റും ഒരു കോമ്പാക്റ്റ് സെറ്റും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അത് റിസൾട്ടാണ്, റിയൽ നിങ്ങൾ പഠിക്കുന്ന റിസൾട്ടാണ്. ഓക്കെ, ഒരു കോമ്പാക്റ്റ് സെറ്റും ഒരു ക്ലോസ്ഡ് സെറ്റും തമ്മിൽ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡോ ജി ഇവിടെ എന്ന് പറയുന്നത് എന്തുവാ, ഹിയർ നമ്മളെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്, ഈസ് ക്ലോസ്ഡ് ആണ് നമുക്കറിയാം അല്ലേ. ആൻഡ് ഓൾസോ നമ്മുടെ ട്രേസ് എന്ന് പറയുന്ന ട്രേസ് ഓഫ് എ സെറ്റ് ഒരു കോമ്പാക്ട് സെറ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഗാമ എന്ന് പറയുന്ന ഈസ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റൂല, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ്
ട്രേസ് ഗാമയുടെ ട്രേസ് ഓഫ് ഗാമയും ഡോ ജി നമ്മുടെ ഡിസ്റ്റൻസ് എന്തുവാണ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ഇവർ നമ്മൾ ഡി എന്ന് വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി ഗ്രേറ്റർ ദാൻ 0 ആക്കി എഴുതി. ഓക്കെ, നൗ എന്ത് ചെയ്യുക നമുക്കറിയാം ആർ എന്ന് പറയുന്ന ആരാ, ആർ എന്ന് പറയുന്ന ഈ ഓപ്പൺ ഡിസ്കിന്റെ റേഡിയസ്. ഓക്കെ, ഓപ്പൺ ഡിസ്കിന്റെ റേഡിയസ് ആണ് ആറ്. അതിന്റെ ഡി എന്ന് പറയുന്നത് എന്തുവാ ഈ ജി എന്ന് പറയുന്ന സെറ്റ് ബൗണ്ടറി എന്ന് വെച്ചാൽ ഈ ബൗണ്ടറി ലൈൻ നിങ്ങൾ കാണുന്നില്ല ചുറ്റുമുള്ള ഈ ബൗണ്ടറി, ആ ബൗണ്ടറി ലൈനും നമ്മുടെ ഈ പാത്തിന്റെ റേഞ്ചും തമ്മിലുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിയുടെ പകുതി എന്ന് പറയുന്നത് എന്തുവാ ഡിയുടെയും ഹാഫ് ആക്കി എടുക്കുക. ഓക്കെ, ഡിയുടെ ഒരു പകുതി എടുക്കുക, അതും ആറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്കൊരു റോ എടുക്കാം. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഡി എന്ന് പറയുന്നത് എന്തുവാ നമ്മളെ ട്രേസിലെ പോയിന്റും നമ്മളെ ബൗണ്ടറി നമ്മളെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസാ. ആർ എന്ന് പറയുന്നതോ സെന്ററിൽ നിന്ന് ആ ബൗണ്ടറിയിലോട്ടേക്ക് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഡിയസ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസും ഈ ഡിസ്റ്റൻസിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത്ര അല്ലേ. ഞാൻ ഇപ്പോൾ ഡി ഇവിടെ കാണിച്ചത് ഇതാണ് ഏറ്റവും ഗാമ ഓഫ് എ ആണ് ഇപ്പം ബൗണ്ടറി ആയിട്ട് അടുത്ത് നിൽക്കുന്ന പോയിന്റ്. അവർ നമ്മുടെ ഡിസ്റ്റൻസ് ചെറുതായിരിക്കും. നമുക്കറിയാം ഈ ഡിസ്റ്റൻസുകളുടെ ഏറ്റവും ഇൻഫിമം ആയിരിക്കുമല്ലോ ഈ ട്രേസും ബൗണ്ടറി തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഡി ആയിട്ട് ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ആർ എന്ന് പറയുന്നത് എന്തുവാ സെന്ററിൽ നിന്ന് ബൗണ്ടറിയിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം. ഡി എന്ന് പറയുന്നത് എന്തുവാ ട്രേസിൽ നിന്ന് ബൗണ്ടറിയിലോട്ടേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് അല്ലേ. ആ ഡിസ്റ്റൻസിന്റെയും പകുതി എടുക്കാം. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ, ഡിസ്റ്റൻസിന്റെ പകുതി ഇത്രയാണ്, ഈ ഒരു പോർഷൻ ആണ്. ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവരിൽ നിന്ന് ഈ ഡിയുടെ പകുതി എടുത്താലും ബാക്കി ഇത്രയും പോർഷൻ ഇല്ലേ. അപ്പം ഞാൻ അത്രയും പോർഷൻ വെച്ചിട്ടൊരു സർക്കിൾ എടുത്താൽ അത് അത്രയും പോർഷൻ സെൻറ്ററായിട്ട് വരുന്ന സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പാത്തിൻ്റെ നമ്മുടെ ആ പാത്തിൻ്റെ ട്രേസ് എവിടെ തന്നെ വരും, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരത്തില്ലേ. വൺസ് അഗെയിൻ ഓൾറെഡി ജി എന്ന് പറയുന്നത് സി സെൻറ്ററായിട്ടും 6 റേഡിയസ് ഉള്ളൊരു ഓപ്പൺ ഡിസ്ക് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ 6ൻ്റെതും ഈ d/2 നമ്മളെ ഈ ഡിസ്റ്റൻസ് ഈ ബൗണ്ടറിയും ഈ ട്രേസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതിയും d/2 തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, റോ എന്ന് പറയുന്ന വാല്യൂ എടുത്തു. ആ റോയിലുള്ള റേഡിയസ് യൂസിങ് ദ സെയിം സെൻറ്റർ സി. ഓക്കെ, സി എന്ന് പറയുന്ന സെൻറ്ററിൽ ആ റോ റേഡിയസിൽ നമ്മളൊരു ഒരു ഓപ്പൺ ഡിസ്ക് വരച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ ട്രേസ് എവിടെ തന്നെ വരും, ഇതിൻ്റെ അകത്ത് വരും. കാരണം എന്തുവാ, ആ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൻ്റെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഡി അല്ലേ d/2. അപ്പം r - d/2 ആണ് എന്തെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മളെ ഈ കേവിൻ്റെ ഞാനിപ്പോൾ വാല്യൂവിൽ പറയുന്ന കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കേവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ പാത്ത് എന്ന് പറയുന്നത് ഈ പാത്തും ഈ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാ, അത് 1 ആണ്. ഓക്കെ, 1 ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഹാഫ് എടുത്തു, അതിൻ്റെ എത്രയാണ് 1/2. 1/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1/2, അപ്പം 1ൻ്റെ ഹാഫ് 1/2. അപ്പം ഇനി 5 - 1/2 എന്തുവാ, 5 4 കുറച്ചിട്ടുണ്ടെങ്കിൽ 4.5 വരുമല്ലേ. ആ 4.5 വെച്ചിട്ട് മക്കളെ നമ്മൾ റേഡിയസ് വരച്ചാൽ ഒരു 4.5 വെച്ച് സെയിം സെൻറ്റർ ആയിട്ട് വരുന്ന നമ്മൾ ഓപ്പൺ ബോൾ വരച്ചാലും എന്താ സംഭവിക്കുക, ഈ ഒരു പാത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ കിടക്കും കേട്ടോ, അതിന് പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, കാരണം നമ്മൾ ആ റേഡിയസിന് കുറച്ചേക്കുന്നത് ഇവരുടെ ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ്, എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിനെക്കാട്ടും ചെറിയ വാല്യൂ ആണ് നമ്മൾ ആ റേഡിയസ് 5 നിന്ന് കുറച്ചേക്കുന്നത്. ഓക്കെ, അതേപോലെ 6 നിന്ന് കുറച്ചേക്കുന്ന d/2 ആണ്. അപ്പം r - d/2 റോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, ഈ റോ റേഡിയസ് റോ റേഡിയസും സി എന്ന് വെച്ചാൽ ഡിയുടെ അതേ സെൻറ്ററായുള്ള സി സെൻറ്ററായിട്ടുള്ള ഓപ്പൺ ബോൾ എടുത്താലും നമ്മുടെ എന്താണ് ഗാമയുടെ ഇമേജ് എവിടെ കിടക്കും, ഗാമയുടെ ഇമേജിൻ്റെ കളക്ഷൻ, ദാറ്റ് ഈസ് ഗാമയുടെ ട്രേസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, ആ ഒരു ഓപ്പൺ ബോളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. കാരണം റോ എന്ന് പറയുന്നത് എന്തുവാ, r - d/2 ഒറിജിനൽ റേഡിയസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിൻ്റെ പകുതി. അപ്പം അത്രയും കുഞ്ഞു വാല്യൂ നമ്മൾ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി അത്രയും പോർഷൻ എവിടെ തന്നെ കിടന്നോളും, നമ്മുടെ ട്രേസ് എന്ന് പറയുന്നത് BOF-CPൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഓക്കെ, ഇനി നമുക്കറിയാം എഫ് ജിയിൽ കണ്ടിന്യൂസ് ആണ് തന്നിട്ടില്ലേ, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ജി ആണ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ജി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിരിക്കും, എഫ് ജിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എവിടെയും കണ്ടിന്യൂസ് ആയിരിക്കും ഇടാ, ജിയിൽ ഓപ്പൺ സെറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കത്തില്ലേ, കണ്ടിന്യൂസ് ആയിരിക്കും, സി റോയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്ലോഷറിലോ
ക്ലോഷറിൽ എന്തായിരിക്കും എടാ ഒരു സെറ്റ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്തായിരിക്കും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ. അപ്പം നമ്മൾ ഇതിൻ്റെ ജീറോയുടെ ക്ലോഷർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുക ബി ഓഫ് സീറോ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റാണ്, പക്ഷേ അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റാണ് നമുക്കറിയാം അല്ലേ. അപ്പം ബി ഓപ്പൺ സെറ്റിൽ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ക്ലോസ്ഡ് ലോ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ബി ക്ലോഷർ സി റോയിൽ കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് ജി. കാരണം ബി ക്ലോഷർ സീറോ എന്ന് പറയുന്നത് എന്തുവാ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ, എന്ത് പറയാൻ പറ്റും ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് എന്തായിരുന്നു മോഡുലസ് എഫ് ആണ് ഫംഗ്ഷൻ. അപ്പം ഞാൻ 2 പോയിന്റ്സ് ആയിട്ട് സെറ്റും ഡബ്ല്യു ആണ് എടുക്കുന്നത്. എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വെൻ എവർ മോഡ് സെറ്റ് മൈനസ് എഫ് ഡബ്ല്യു എന്ന് പറയുന്ന ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ. ഓക്കെ, ആൻഡ് ഓൾസോ ഗാമ ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ടു സി. ഓക്കെ, ഗാമ എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് സിയിലോട്ടേക്കുള്ള റെക്ടിഫയബിൾ പാത്താണ്. റെക്ടിഫയബിൾ ഒരു പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം കണ്ടിന്യൂസ് ആ നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാത്ത് എന്ന് പറയുന്നത് എന്തുവാ എ പാത്ത് ഇറ്റ്സെൽഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മക്കളെ. അപ്പം നമുക്ക് എന്ത് പറയാടാ ഗാമ എന്ന് പറയുന്നത് എന്തായിരിക്കും ഗാമ. അപ്പോൾ റെക്ടിഫയബിൾ പാത്ത് എന്തായാലും കണ്ടിന്യൂസ് ആണല്ലോ. അപ്പം ഗാമ എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഗാമ ഒരു റെക്ടിഫയബിൾ പാത്ത് ആയതുകൊണ്ട് തന്നെ ഗാമ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഗാമ ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ. ദെൻ ഗാമ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനും എന്തുണ്ട് ഇതിനും കണ്ടീഷൻ ഉണ്ട്. ഇതിന് കണ്ടീഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഗാമേനെ ഒന്ന് എ ബിനെ എന്ത് ചെയ്യുക ഒന്ന് പാർട്ടീഷൻ എടുക്കാം. ഓക്കെ, അത് എന്നിട്ട് നമുക്ക് റിസൾട്ട് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, ദെർഫോർ നമുക്ക് എന്തറിയാം നമുക്ക് എ ബിനെ ഒന്ന് പാർട്ടീഷൻ എടുക്കുമ്പോൾ ദർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ പി ഈസിക്കൽ സെറ്റ് ഓഫ് എ ഈക്വൽ ടു ടി നോട്ട് ലെസ് ദാൻ ടി വൺ ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ ടി എൻ ഈക്വൽ ടു ബി ഒരു പാർട്ടീഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാവണം അല്ലേ. ഇൻ്റഗ്രൽ വാല്യൂ ഒക്കെ നമുക്ക് എക്സാക്റ്റ് കിട്ടണമെങ്കിൽ നമുക്കറിയാം പാർട്ടീഷൻ്റെ വാല്യൂ എന്തായിരിക്കണം അത്രയും ചെറുതാവണം. പാർട്ടീഷൻ്റെ വാല്യൂ അത്രയും ചെറുതാവാന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവരുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം പാർട്ടീഷൻ്റെ ഞാൻ ഈ പാർട്ടീഷൻ വെച്ചിട്ടാണ് ക്ലോസിൻ്റെ വില എ ബിയിൽ എന്താ പറയുക യൂണിഫോമിലി കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ എന്ത് പറയാം മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്ന് പറയുന്ന ലെസ് ദാൻ ഞാൻ എപ്സിലോൺ എടുക്കുന്നില്ല പകരം ഡെൽറ്റ ബൈ 2 എന്നെടുക്കാം. ഓക്കെ, എന്താണ് എടുക്കുന്നത് ഞാൻ ഡെൽറ്റ ബൈ 2 ആയിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെൽറ്റ ബൈ 2 എടുക്കുന്നത് എന്തായിരിക്കും ഈ എ ബി എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ 2 എന്ന് എടുക്കുന്ന അത്രയും ഒരു കുഞ്ഞു വാല്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഗാമ ഓഫ് എസ് എന്ന് പറയുന്ന കാരണം ഇവിടെ എന്താണ് പാർട്ടീഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഓൾറെഡി ലെസ് ദാൻ ഡബ്ല്യു നമുക്കറിയാം. ഈ സെറ്റും ഡബ്ല്യു ഒക്കെ എവിടുത്തെ ആളാ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദി പിന്നെ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മക്കളെ ജിയിലാണല്ലേ. ജി ഗാമ എന്നിപ്പം അപ്പം നമുക്കറിയാം ഇവിടെ ഇങ്ങോട്ട് വന്നേ സെറ്റ് മൈനസ് ഡബ്ല്യു ലെസ് ദാൻ ഡെൽറ്റ. ഈ സെറ്റും ഡബ്ല്യു ഒക്കെ സെറ്റും ഡബ്ല്യു ഒക്കെ എന്താണ് ജിയിലത്തെ എലമെൻറ്റാണ്. നമുക്കറിയാം ഗാമ എന്ന് പറയുന്ന എ ബിന്ന് ജിയിലോട്ടേക്കുള്ള ഫംഗ്ഷൻ എന്താ പറയുക എ ബിന്ന് ജിയിലോട്ടേക്കുള്ള റെക്ടിഫയബിൾ പാത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പഠിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗാമ ഓഫ് എകൾ ഗാമയുടെ ഇമേജസ് എവിടെയാണ് കിടക്കുക ജിയിലാണ് കിടക്കുക അല്ലേ. ഗാമ ഓഫ് ജിയിൽ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അവിടെ എപ്സിലോൺ എന്തുവാ ലെസ് ദാൻ ഡെൽറ്റ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ജിയിലുള്ള ഏത് എലമെൻറ്റ്സ് എടുത്താലും അതിൽ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഗാമയുടെ ഇമേജസ് ഒക്കെ ജിയിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്താന്ന് പറയാൻ പറ്റും ലെസ് ദാൻ ഡെൽറ്റേനെക്കാട്ടും ചെറുതാണെങ്കിൽ ഡെൽറ്റ ബൈ 2നെക്കാട്ടും നമുക്ക് ചെറുതാന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗാമ ഓഫ് എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ എസ് മൈനസ് ടിയോ നമ്മൾ എടുക്കുന്ന എസ് മൈനസ് ടി എന്ന് പറയുന്നത് എന്തുവാ എസും ടിയോ ഇവിടുത്തെ എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ടി കെ മൈനസ് 1 ഇഫ് ടി കെ മൈനസ് 1ൻ്റെയും ടി കെയുടെ നമ്മുടെ സബ് ഇൻ്റർവെല്ലിൽ 2 പോയിൻറ്റ്സിൻ്റെ സബ് ഇൻ്റർവെല്ലിൽ നിന്ന് ടി കെ മൈനസ് 1 ടി കെ എന്ന് പറയുന്ന ഒരു സബ് ഇൻ്റർവെൽസിൽ നിന്നാണ് നമ്മൾ എസും ടിയും എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഡെൽറ്റ ബൈ 2. ആൻഡ് നമുക്കറിയാം ഈ ടി കെ മൈനസ് 1 ടി കെ എന്ന് പറയുന്ന ആരാ
ഈ പാർട്ടീഷനിലൊരു സബ് ഇൻ്റർവെൽ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പാർട്ടീഷൻ. നോമ് പി എന്ന് പറയുന്നത് എന്തുവാ? ലെങ്ത് ഓഫ് പാർട്ടീഷൻ എന്ന് വെച്ചാൽ എന്തുവാ? അത്രയും ചെറുതാവണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പാർട്ടീഷൻ? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സബ് ഇൻ്റർവെൽസ് അല്ലേ? സുപ്രീമം ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സബ് ഇൻ്റർവെൽസ്. അപ്പം പാർട്ടീഷനോ ഭയങ്കര ചെറുതാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത്രയും ചെറുതാവണം അല്ലേ? സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് ചെറുതാവാന്ന് വെച്ചാൽ TK-1 എന്താവണം? അത്രയും ചെറുതായിട്ടൊരു ലെസ് ദാൻ അത്രയും ഒരു കുഞ്ഞു വാല്യൂ, നമുക്കൊരു എപ്സിലോൺ ഡെൽറ്റ ഒക്കെ ഓൾറെഡി എടുത്തു പോയി, ഒരു കുഞ്ഞു വാല്യൂ ലെസ് ദാൻ എ സ്മോളസ്റ്റ് നമ്പർ നമുക്ക് പറയാം അല്ലേ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ അത്രയും കുഞ്ഞാണെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് എടുത്ത എസും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസും എത്ര ആയിരിക്കണം? അത്രയും ചെറുതായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് നോമ് പി എന്ന് പറയുന്നത് അത്രയും കുഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ് എടുത്തേക്കുന്നത് അത്രയും ചെറുതായിരിക്കണം. ഓക്കെ, ലെസ് ദാൻ ഒരു ഡെൽറ്റ എന്ന് ഇപ്പോൾ ഓൾറെഡി എടുത്തുകൊണ്ട് നമുക്ക് അതിനെ എടുത്തുവിടാം. ലെസ് ദാൻ എ സ്മോൾ നമ്പർ അല്ലെങ്കിൽ ഡെൽറ്റ പി ടെൻസ്, അതായത് കുറച്ചുകൂടി സൗകര്യം കേട്ടോ. നോമ് പി എന്താണ്? അത്രയും ചെറുതാണ് വെച്ചാൽ നോമ് പി സീറോയിലോട്ടേക്ക് ടെൻഡ് ചെയ്യണം. അത്രയും ചെറുതാണ് എന്ത്? പാർട്ടീഷൻ ചെറുതാവാന്ന് വെച്ചാൽ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് എന്താവണം? ചെറുതാവണം അല്ലേ? അപ്പോൾ ഓൾറെഡി TK-1 TKയുടെ ലെങ്ത് എന്താണ്? ചെറുതാന്നാണ് പറയുന്നത്. TK-1 എന്ന് വെച്ചാൽ TK-1 എന്ന് വെച്ചാൽ അത്രയും ചെറിയ വാല്യൂ ആവണം. അവരുടെ ഡിഫറൻസ് അത്രയും ചെറിയ വാല്യൂ ആണെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എസിൻ്റെയും ടീൻ്റെയും ഡിസ്റ്റൻസ് എന്തായിരിക്കണം? അതും അത്രയും ചെറുതാവേണ്ടേ? സോ എന്ത് പറയാം? ഗാമ ഓഫ് S മൈനസ് ഗാമ ഓഫ് T ലെസ് ദാൻ Δ/2 whenever mod of S minus T is less than a സ്മോൾ നമ്പർ. ഈ ഒരു വാല്യൂവിനകത്ത് പ്രസക്തി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാത്തത് കേട്ടോ. നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്കറിയാം പാർട്ടീഷൻ എടുത്തു, എഫിൻ്റെ ഇൻ്റഗ്രൽ ഉണ്ട്, കേവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും ആ ഫംഗ്ഷൻ്റെ റീമാൻ സമ്മും എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ചെറുതാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? നമുക്ക് ആ റിസൾട്ട് ഇവിടെ എടുത്താലോ? എന്നാലും നമുക്ക് പാർട്ടീഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു കേവ് എന്ന് ബിയിലോട്ടേക്കുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ന് ബിയിലോട്ടേക്കുള്ള പാത്തിൻ്റെ എന്താണ്? റീമാൻ സം ആ പാത്തിൽ ഓവറായിട്ട് റീമാൻ സമ്മിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയ ഓൾമോസ്റ്റ് ഈക്വൽ ആ നമ്മൾ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? മറന്നുപോയോ? ഇൻ്റഗ്രൽ ഓഫ് A to B f dx എന്ന് പറയുന്നത് എന്താണ്? x dx മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to n f of ck ഇൻറ്റു എക്സ് അല്ലേ ഇവിടെ? അപ്പം xk മൈനസ് xk മൈനസ് 1 അല്ലേ? ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും A to B ഓവർ ഇൻ്റഗ്രലും A നിന്ന് ബിയിലോട്ടേക്കുള്ള റീമാൻ സമ്മിൻ്റെ വാല്യൂ അത്രയും അടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്താലോ? ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ അല്ലേ? എന്താ മക്കളെ ലൈൻ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ എന്തായിരുന്നു? നിങ്ങൾ പഠിച്ചതല്ലേ? എന്തുവാ? ഇൻ്റഗ്രൽ ഓഫ് A to B എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ഗാമ ഓഫ് ടി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ എന്തുവാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു പോയിന്റ് എടുക്കണം അല്ലേ? ലെറ്റ് ടോക്കെ എന്ന് പറയുന്നൊരു പോയിന്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടോക്കെ എന്ന് പറയുന്നത് TK-1 TK എടുത്തൊരു പോയിന്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഗാമ ഓവർ എഫ് മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to n. പറഞ്ഞേ മക്കളെ, ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതാണ്. പറഞ്ഞ ഇതിലെ ഫംഗ്ഷൻ ആരാണ്? എഫ് ഓഫ് ഗാമ ഓഫ് ടി അല്ലേ? ആൻഡ് വിത്ത് റെസ്പെക്ട് ടു എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഗാമ ഓഫ് ടി. അപ്പം എങ്ങനെ എഴുതുക? എഫ് ഓഫ് ഫംഗ്ഷൻ എന്തുവാ? എഫ് ഓഫ് ഗാമ ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ഗാമ ഓഫ് പോയിന്റ് ടോക്കെ അല്ലേ? ടോക്കെ ഇൻറ്റു TK-1 എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ TKക്ക് വരെ ആരാ ഉള്ളത്? ഗാമ ഓഫ് ടി അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? ഗാമ ഓഫ് ഗാമ ഓഫ് TK-1 അല്ലേ? ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രലും അതിൻ്റെ റീമാൻ സമ്മിനും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അത്രയും ചെറുതായിരിക്കും, വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻ എടുത്തു. നമുക്കിനി എന്താ വേണ്ടത്? ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ ഗാമയും ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ഗാമ, ദാറ്റ് ഈസ് ഓവർ എ റെക്ടിഫൈബിൾ പാത്തിൻ്റെ ഓവർ റെക്ടിഫൈബിൾ പാത്തിൻ്റെ ഇൻ്റഗ്രലും ഓവർ ഒരു പോളിഗണൽ പാത്ത് അല്ലേ? ക്യാപിറ്റൽ ഗാമയുടെ ഓവർ എന്താ പറയുക? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദിസ് ക്യാപിറ്റൽ ഗാമ എന്താണെന്നാണ് കാണിക്കേണ്ടത്? ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിക്കേണ്ട ഡിഫറൻസ് അല്ലയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പോളിഗണൽ പാത്ത് അവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അവിടെ പോളിഗണൽ പാത്ത് നമുക്ക് തന്നിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു ഡിഫൈൻ എന്ത് ചെയ്യുക? പോളിഗണൽ പാത്ത്. ഓക്കെ, ഗാമ ഫ്രം ക്ലോസ് ഇൻ്റർവെൽ എ ബിന്ന് സിയിലോട്ടേക്ക് എന്ത് ചെയ്യുക? ഒരു ഗാമ ഡിഫൈൻ ചെയ്യുക ബൈ എങ്ങനെ? ഗാമ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എവിടെ ഡിഫൈൻ ഞാൻ പറഞ്ഞുതരാം. ഗാമ ഓഫ് ടി ഈക്വൽ ടു ആയിരിക്കും 1/tk-1 നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ ആണ്, മറന്നു പോകരുത്. ഇൻറ്റു tk മൈനസ് ടി ഇൻറ്റു ഗാമ ഓഫ് tk-1 പ്ലസ് ടി മൈനസ് tk-1 ഇൻറ്റു ഗാമ ഓഫ് tk. ഓക്കെ, ദിസ് ഈസ് ദ വേ വി ഡിഫൈൻഡ് ഇറ്റ്. ഓക്കെയാണ്, ഇത് അങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ഒരു പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. നമ്മുടെ പണി എന്തുവാ, ഇതിന് പോളിഗണൽ പാത്താണോ നോക്കണം. ആദ്യം പോളിഗണൽ പാത്താണോ നോക്കണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ നോക്കണം. നോക്കിയേ മക്കളെ, ഇവിടെ നമ്മളിത് വിത്ത് റെസ്പെക്ട് ടു ടി ആണല്ലേ, ടിയുടെ പവർ നോക്കിയേ, എന്തുവാണ് ടിയുടെ പവർ, എല്ലാം 1 ആണല്ലേ. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കിട്ടി. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്, tk-1 ടു tk. നമ്മൾ ആ ഒരു സബ് ഇൻ്റർവെല്ലിൽ നിന്നാട്ടോ എടുക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ഓവറോൾ ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മളിപ്പം എന്താ പറയുക, ഒരു കേവ് വരയ്ക്കുമ്പോൾ രണ്ടൊരു tk എന്ന് പറയുന്ന പോയിന്റും tk-1 എന്ന പോയിന്റും ഇവർ തമ്മിലുള്ള ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള പോളിഗണൽ പാത്തായിട്ടാണ് ഗാമ ഓഫ് ടി നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ടിയുടെ പവർ 1 ആണ്. സോ നമുക്ക് എന്ത് പറയും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. ഇത് പോളിഗണൽ പാത്താന്നും കൂടെ കിട്ടണമെങ്കിൽ എന്തിന് ഈക്വൽ ആവണം, എൻഡ് പോയിന്റ്സ് ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ പോളിഗണൽ പാത്താണ് പറയാൻ പറ്റൂ അല്ലേ. ഗാമയുടെ പോളിഗണൽ പാത്താണ് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, എൻഡ് പോയിന്റ്സ് ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ നമുക്ക് എൻഡ് പോയിന്റ്സ് നോക്കിയാലോ, ഗാമ ഓഫ് എൻഡ് പോയിന്റ്സ് tk-1 എന്തുവാ, 1/tk-1. tk-1 എന്ത് കൊടുക്കുക, tk-1 കൊടുക്കുക കേട്ടോ. tk-1 ഗാമ ഓഫ് tk-1 പ്ലസ് tk-1 കൊടുക്കുമ്പോൾ ഗാമ ഓഫ് tk എന്ത് ചെയ്യും, ഇതെന്തായി പോവടാ, tk-1 മൈനസ് tk-1 0 ആയിപ്പോ. എന്ത് കിട്ടിയപ്പോൾ ആര് മാത്രമേ ഉണ്ടാവും, ഇയാൾ മാത്രമേ ഉണ്ടാവും. അതിൽ tk-യും tk-1 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആരും അവിടെ ഉണ്ടാവും, ഗാമ ഓഫ് tk-1. അപ്പം ക്യാപിറ്റൽ ഗാമ ഓഫ് tk-1 എന്ന് പറയുന്ന സ്മോൾ ഗാമ ഓഫ് tk-1 എന്ന് കിട്ടിയല്ലോ. ഒരു എൻഡ് പോയിന്റ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതേപോലെ മറ്റേ എൻഡ് പോയിന്റ് കൂടെ നോക്കിയാലോ, ഗാമ ഓഫ് tk ഈക്വൽ ടു 1 മൈനസ് tk-1 ഇൻറ്റു tk എന്ത് കൊടുക്കുക, tക്കൊക്കെ tk എന്ന് കൊടുക്കുക കേട്ടോ, മൈനസ് tk ഇൻറ്റു ഗാമ ഓഫ് tk-1 പ്ലസ് tk-1 സോറി ടി മൈനസ് tk-1 അല്ലേ. അപ്പം tk മൈനസ് tk-1 ഇൻറ്റു ഗാമ ഓഫ് tk. ഇത് 0 ആയി പോയില്ലേ മക്കളെ, ഇത് പോയി. അപ്പം ഇത് ക്യാൻസൽ, ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് നിങ്ങൾ പോസ് ചെയ്ത് എഴുതിക്കോട്ടെ, അത്യാവശ്യം വലിയ ഇക്വേഷൻ ആണ്. ഞാൻ മുകളിൽ ഏതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം, വലിയ കൺഫ്യൂഷൻ ഇപ്പോൾ. പ്ലസ് tk-1 ഇൻറ്റു ഗാമ ഓഫ് tk അല്ലേ. ഇവർ 0 ആയിപ്പോയി, ഇതിങ്ങനെ രണ്ടും എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് എന്ത് വരുവടാ, ഗാമ ഓഫ് tk എന്ന് കിട്ടിയല്ലേ. അപ്പം ക്യാപിറ്റൽ ഗാമ ഓഫ് tk എന്ന് പറയുന്ന സ്മോൾ ഗാമ ഓഫ് tk എന്ന് വെച്ചാൽ എൻഡ് പോയിന്റ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതൊരു പെർട്ടിക്കുലർ tk-1 tk എന്നുള്ള ഇൻ്റർവെൽ ആട്ടോ. അങ്ങനെയാണ് ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, എല്ലാ 1 to k ഈക്വൽ ടു എല്ലാ സബ് ഇൻ്റർവെൽസിൽ എന്താണ് ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദർഫോർ എന്ത് പറയാൻ പറ്റുവടാ, എൻഡ് പോയിന്റ്സ് ഈക്വൽ ആയി ശ്രദ്ധിക്കും. ഇത് സ്ട്രെയിറ്റ് ലൈൻ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുപോലത്തെ ലീനിയർ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് എ ഇമേജ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എൻഡ് പോയിന്റ്സ് ഈക്വലും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാടാ, ഗാമ ഈസ് എ പോളിഗണൽ പാത്ത് ഫ്രം, എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള പോളിഗണൽ പാത്ത്, നമ്മൾ A to B ആണോ പറഞ്ഞത്, ആണോ, അല്ല, പാത്ത് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാ, ഗാമ ഓഫ് tk-1 നിന്നും ടു ഗാമ ഓഫ് tk പോളിഗണൽ പാത്താണെന്ന് കിട്ടിയല്ലേ. വിച്ച് ഈസ് എന്തായിരിക്കും, അത് വിച്ച് ഈസ് കണ്ടെയ്ൻ ഇൻ ജി. കാരണം എന്തുവാ, ഗാമ ഓഫ് AB എന്ന് പറയുന്നതായിരിക്കും. ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബി ഒക്കെ ഇവിടുത്താണ് ജിയിലത്തെ എലമെന്റ്സ് അല്ലേ. ഗാമ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ഗാമ എന്ന് പറയുന്ന AB-ന് ജിയിലോട്ടേക്ക്, ഗാമയുടെ ഇമേജ് ഒക്കെ എവിടെയാണ് കിടക്കുക, ഗാമ ഓഫ് എ ഗാമ ഓഫ് ബി ഒക്കെ ഇവിടെ കിടക്കും, ജി കിടക്കും. അപ്പോൾ ഗാമ ഓഫ് tk-1 ഗാമ ഓഫ് tk ഒക്കെ എവിടെ ഉണ്ടാവും, ജിയിലുണ്ടാവും. സോ ഈ പോളിഗണൽ പാത്തും ജിയിലാണെന്ന് കിട്ടി. നൗ എന്ത് ചെയ്യാം, കൺസിഡർ മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് capital gamma of t, capital gamma of t minus small gamma of tk. tk അല്ല tk ആണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഇക്വേഷനിലോട്ടേക്ക് സ്മോൾ ഗാമ ഓഫ് ടി എന്ത് ചെയ്തു, സ്മോൾ ഗാമ ഓഫ് ടി ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്മോൾ ഗാമ ഓഫ് tk എന്ന് പറയുന്നത് ഇത് tk ആണ്.
ഓക്കെ, ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്നുവെച്ചാൽ പ്ലസ് ഓർ മൈനസ് സ്മോൾ ഗാമ ഓഫ് ടി കെ. ഓക്കെ, എന്ത് ചെയ്യാം, ഇനീക്വാലിറ്റി വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൂടെ, വിച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടോക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ, ആദ്യം ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടോക്കെ എടുക്കാം. ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ, ഇക്വേഷൻ നമ്പർ 1 വാ. Gamma for any S and T belongs to T that belongs to TK minus 1 and TK എന്താ സംഭവിക്കുക, ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്തായിരിക്കും, ഡെൽറ്റ ബൈ ടുവിനേക്കാളും ചെറുതാ. നോക്കിയ മക്കളെ, എന്ന് വെച്ചാൽ ഏത് ഇതെടുത്താലും ലെസ് ദാൻ ഈക്വൽ ടു ആട്ടോ, ബൗണ്ടറി പോയിന്റ്സ് ആയിക്കോട്ടെ, എന്താ സംഭവിക്കുക, ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടിയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആയിരിക്കും. ഇവിടെ ടോക്കെ എന്ന് പറയുന്ന ഇവിടുത്തെ എലമെന്റാ മക്കളെ. നമ്മളിപ്പോൾ എടുത്ത ടോക്കെ എന്ന് പറയുന്ന ഇവിടുത്തെ എലമെന്റാ. ടോക്കെ എന്ന് പറയുന്ന ഈ ഇന്റർവെൽ എലമെന്റ് അല്ലേ. ഈ ഇന്റർവെല്ലിൽ തന്നെ വേറെ ഏത് എലമെന്റ്സിന്റെയും ഇമേജസ് അണ്ടർ ഗാമ അല്ലേ. ഈ ഒരു ഇന്റർവെല്ലിലെ ഏതൊരു എന്താ പറയുക എലമെന്റിന്റെയും ഇമേജസ് അണ്ടർ ഗാമയുടെ ഡിഫറൻസ് എന്ന് പറയുന്ന ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോക്കെ എന്ന് പറയുന്ന ഇതിലുള്ള പോയിന്റ് അല്ലേ. അപ്പോൾ ടോക്കെയും ടി കെയും ഈ ഇന്റർവെല്ലിലെ പോയിന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗാമ ഓഫ് ടി കെ അങ്ങനെയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ, ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇനി മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്ന് വെച്ചാൽ ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആയിരിക്കും അല്ലേ. ഫോർ ഇനി എസും ടിയും ഇവിടുത്തെ എലമെന്റ് ആവുമ്പം ടി കെ മൈനസ് 1 ടി കെ, ഈ ഒരു ഇന്റർവെല്ലിൽ ഏത് രണ്ട് പോയിന്റ്സിൻ്റെയും എന്താണ് ഇമേജസ് അണ്ടർ ഗാമ എന്നാൽ അവരുടെ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടോക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റാ, ഈ ടി കെ മൈനസ് 1 ടി കെയുടെ പോയിന്റ് അല്ലേ. ടി കെ മൈനസ് 1ഉം ഈ ടി കെ എന്ന് പറയുന്ന ഇതിലെ പോയിന്റ് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ദർഫോർ ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടോക്കെ എന്തായിരിക്കും ഇടാ, എന്തായിരിക്കും ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി വന്നേ, നമുക്കറിയാം ഇനി ഇത് ഡെൽറ്റ ബൈ ടു ആണെന്ന് കിട്ടി. ഇനി ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സബ് ഇന്റർവെൽ കേർവ് എടുക്കുമ്പം നമുക്കറിയാം ഇതിപ്പം ടി കെ ആണെങ്കിൽ ഇത് ഗാമ ഓഫ് ടി കെ അല്ലേ. ആൻഡ് ദിസ് ഈസ് ടി കെ ടി കെ മൈനസ് 1 ആണെങ്കിൽ ടി കെ മൈനസ് 1 ടു ടി കെ അല്ലേ, സോറി. ഓക്കെ, അപ്പോൾ ഇത് ടി കെ മൈനസ് 1 ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ഈ എൻഡ് പോയിന്റ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 നമ്മൾ ഗ്രാഫ് വരയ്ക്കും അങ്ങനെയാണ് മാർക്ക് ചെയ്യുക അല്ലേ. ഇവിടെ ടി കെ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ഇവിടെ ഗാമ ഓഫ് ടി കെ അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി കെ, ക്യാപിറ്റൽ ഗാമ ഓഫ് ടി കെ എന്ന് വെച്ചാൽ എന്തുവാ, ക്യാപിറ്റൽ ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യാപിറ്റൽ ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഒരു പോളിഗണൽ പാത്ത് നമുക്ക് കിട്ടി അല്ലേ. ഇറ്റ്സ് എ പോളിഗണൽ പാത്ത് ഫ്രം ഗാമ ഓഫ് ടി കെ മൈനസ് 1 ടു ഗാമ ഓഫ് ടി കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ പോളിഗണൽ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, പോളിഗണൽ പാത്തും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് എന്തുവാണ്, ഈ ടി കെ മൈനസ് 1ൽ നിന്നും ടി കെയിലോട്ടേക്കുള്ള സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് പറഞ്ഞൂടെ. ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാമയുടെ ഇമേജ് ആയിട്ടുള്ള ഗാമ ഓഫ് ടി എന്ന് പറയുന്നത്, ഗാമ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഗാമ ഓഫ് ടി ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അല്ലേ കിടക്കുക. ഓക്കെ, ഓൾറെഡി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തുവാ, ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിന്റും ഈ എൻഡ് പോയിന്റ് തമ്മിലുള്ള ഇമേജ് എന്തായിരിക്കും, ഡെൽറ്റ ബൈ ടുവിനെക്കാട്ടും കൂടുതലായിരിക്കോ കുറവായിരിക്കോ. വൺസ് അഗെയിൻ ഇതിപ്പം ഗാമ ഓഫ് ടി കെ മൈനസ് 1 ആണെന്ന് വിചാരിക്കുക, ഇത് ഗാമ ഓഫ് ടി കെ. ഓക്കെ ആൻഡ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു സ്ട്രെയിറ്റ് ലൈൻ, നമ്മളിവിടെ ഗാമ ഡിഫൈനും ചെയ്തിട്ടുണ്ട് അല്ലേ. ഗാമ ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമേജ് ആയിട്ടുള്ള ഗാമ ഓഫ് ടി എവിടെ കിടക്കും, അത് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് ആയിരിക്കുമല്ലോ. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഗാമ ഓഫ് ടിക്ക് ഏത് രണ്ട് പോയിന്റ്സിൻ്റെയും ഇമേജ് അണ്ടർ ഗാമ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഓൾറെഡി ഇവർ തമ്മിൽ ഇതിൽ ഏത് രണ്ട് പോയിന്റ്സിന് ഡിഫറൻസ് എടുത്താലും എന്താണ് ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആ. അപ്പോൾ ഗാമ ഓഫ് ടിയും ക്യാപിറ്റൽ ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു പോയിന്റ് ആണല്ലേ, ലൈനിലില്ലെങ്കിലും ഇവരുടെ ഇടയിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണല്ലേ. അപ്പം അതും ഈ ഗാമയിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, അതും എന്താന്ന് പറയാൻ പറ്റും, ഓൾസോ ലെസ് ദാൻ ബൈ ടു ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എന്ത് പറയാൻ പറ്റൂടാ, ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ, ഓൾറെഡി ടോട്ടൽ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ബൈ ടു ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിന്റ് ഗാമ ഓഫ് ടി, ക്യാപിറ്റൽ ഗാമ ഓഫ് ടി നിന്നും ഗാമ ഓഫ് ടി കെയിലേക്കുള്ള പോയിന്റ് എന്തായിരിക്കും, ലെസ് ദാൻ ബൈ ടു ആയിരിക്കും. അപ്പം എന്ത് പറയാം, ഗാമ ഓഫ് ടി മൈനസ്
ക്യാപിറ്റൽ ഗാമ ഓഫ് ടി മൈനസ് സ്മോൾ ഗാമ ഓഫ് ടി കെ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റി ലെസ് ദാൻ ഡെൽറ്റ ബൈ 2. അപ്പോൾ രണ്ടും കൂടെ അവരെ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ കൂടെ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ ക്യാപിറ്റൽ ഗാമ ഓഫ് ടി മൈനസ് സ്മോൾ ഗാമ ഓഫ് ടോ കെ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും ലെസ് ദാൻ, ഇതും ഡെൽറ്റ ബൈ 2 ആണ്, ഇതും ലെസ് ദാൻ ഡെൽറ്റ ബൈ 2 ആണ്. സോ ഡെൽറ്റ ബൈ 2 പ്ലസ് ഡെൽറ്റ ബൈ 2 ദാറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കൊടുത്തൂടെ. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടോ കെ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 കഴിഞ്ഞ് 3 ആയിട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ, ഇനിയുള്ളത് ഇനി അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ ഓഫ് ഗാമ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ലെങ്തി ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കാവേ.